ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പരിസ്ഥിതി അനുമതിയില്ലാത്ത കേരളത്തിലെ പാറമടകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. നിയമവിരുദ്ധമായി ലൈസൻസ് നൽകിയോ എന്ന് സംസ്ഥാനം വിശദീകരിക്കണം. കർശന വ്യവസ്ഥകളോടെ മാത്രമേ പുതിയ ലൈസൻസ് പാടുള്ളൂ എന്നും ഹരിത ട്രൈബ്യൂണൽ. വിവാദ നിർദ്ദേശങ്ങൾ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബജറ്റ് പ്രസംഗത്തിൽ വായിച്ചില്ല. ഒഴിവാക്കിയത് ഡീസൽ സബ്സിഡി പൂർണ്ണമായും എടുത്തുകളയാനുള്ള നിർദ്ദേശം. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും ആധാർ തുടരാനുമുള്ള ശുപാർശയും ബജറ്റ് പ്രസംഗത്തിലില്ല. മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. G കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിയുന്ന കാര്യം അറിയില്ല. മന്ത്രിസഭാ പുനഃസംഘടന മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും സുധീരൻ. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളി. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് തങ്ങളെ തടയാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷം. 5 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 124. മരിച്ചവരിൽ 30 പേർ കുട്ടികൾ. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ. ദുരിതമൊഴിയാതെ ഗസ. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളി. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് തങ്ങളെ തടയാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈന്യം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 127 ആയി. ഗസ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. അംഗവൈകല്യമുള്ള കുട്ടികൾക്കായി NGO നടത്തുന്ന സ്ഥാപനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 കുട്ടികളും 2 സ്ത്രീകളും ഒരു ആരോഗ്യ പ്രവർത്തകനും കൊല്ലപ്പെട്ടു. 1000-ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭയാർത്ഥി ക്യാമ്പുകളും പള്ളികളും ആശുപത്രികളും ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സേന ആക്രമണം തുടരുന്നത്. ഇന്നലെ രാത്രി നടന്ന ബോംബാക്രമണത്തിൽ സെൻട്രൽ ഗസയിലെ ഒരു പള്ളി തകർക്കപ്പെട്ടു. ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആവശ്യം ഇസ്രായേൽ തള്ളി. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കി. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്താൻ തങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് ഫലസ്തീൻ വാർത്താവിതരണ മന്ത്രി ഇഹാബ് അൽ ഹുസൈൻ പറഞ്ഞു. ഇസ്രായേലാണ് ആക്രമണം ആരംഭിച്ചത്. തങ്ങളുടേത് സ്വാഭാവിക പ്രതികരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അന്താരാഷ്ട്ര വിദഗ്ധൻ നവാസ് നിസാർ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. സാമൂഹ്യ നിരീക്ഷകനായ നൈനാൻ കോശി, വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസൻ, മാധ്യമപ്രവർത്തകൻ സ്റ്റാൻലി ജോണി എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം നവാസിലേക്ക്. നവാസ്, സ്വയം പ്രതിരോധിക്കാൻ, സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ, ഒപ്പം അവരാണ് ആദ്യം ആക്രമണം തുടങ്ങിയത്. ഇതാണ് ഗസയിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് ആക്രമണം നടത്തുമ്പോഴൊക്കെ ഇസ്രായേൽ ഭരണകൂടം നൽകാറുള്ള വിശദീകരണം. ഇക്കുറിയും അതേ വിശദീകരണം ഉണ്ട്. അതിനപ്പുറത്ത് ഈ ആക്രമണം തുടങ്ങാൻ, അത് തുടരുമെന്ന് പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അതെന്തൊക്കെയാണ്? ഹലോ, കേൾക്കാമോ? കേൾക്കാം നവാസ്. ഓക്കെ, അതായത് പതിവ് പോലെ പ്രകോപനമില്ലാതെ ആക്രമിക്കുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ. അതുതന്നെയാണ് ഇക്കുറിയും. പിന്നെ ഈ രാജീവ് പറഞ്ഞതിനപ്പുറം എനിക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഒരു നീട്ടിവായനയാണ്. എങ്കിൽ പോലും ഇറാനും അമേരിക്കയും തമ്മിൽ അടുക്കുന്നത്, പിന്നെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ബരാക്ക് ഒബാമ ഇസ്രായേലിനോട് സ്വീകരിച്ച നിലപാട്, അത് ബുഷ്, റീഗൺ പോലുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ സ്വീകരിച്ച അത്രയും ഇസ്രായേലിനോട് വിധേയത്വമോ അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഒരു സോഫ്റ്റ് കോർണറുള്ള രീതി ആയിരുന്നില്ല. അമേരിക്ക ഇസ്രായേലിനെ എതിർത്തു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇസ്രായേൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് അമേരിക്കയുടെ അടുത്ത് പലപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പതിവ് പോലെ വി ആർ ദ ബോസ്, മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അജണ്ട സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് വീണ്ടും തെളിയിക്കാനുള്ള ഒരു ശ്രമം ആണ് ഇസ്രായേൽ. ഇതിനകത്ത് മടുപ്പിക്കുന്നൊരു ഭയാനകതയുണ്ട്. അതുപോലെ പുതുതായി ഗസയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്ത പോലുള്ള ആ ആരോഗ്യ സെൻറ്ററിലെ ആക്രമണം, കുട്ടികളെ കൊന്നത്, ഇതൊക്കെ ഇസ്രായേൽ പതിവായി ചെയ്തുകൊണ്ടുവരുന്നപ്പം നമുക്കെല്ലാവർക്കും അറിയാം. 2006 ലെബനോൻ
ആക്രമണത്തിൻ്റെ സമയത്ത് കാനയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിന് ബോംബിട്ടിട്ട് 34 കുട്ടികളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയതായി ഒന്നുമില്ല. പിന്നെ ഇത് അമേരിക്ക, അതായത് മിഡിൽ ഈസ്റ്റിൽ തങ്ങളെ കൂടാതെ കഴിയില്ല. അതായത് അമേരിക്കയെ കൊണ്ട് വീണ്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യിക്കുക, പഴയ രീതിയിൽ ചെയ്യിക്കുക എന്നുള്ളൊരു ശ്രമം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതല്ലാതെ ഈ ഇങ്ങനെ വളരെ ഇപ്പം 2008 ഓപ്പറേഷൻ കാസ്റ്റ് അയൺ പോലെ ഇത്ര ഭീകരമായ ഒരു ആക്രമണം നടത്താൻ പ്രത്യേകിച്ചൊരു പ്രകോപനം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. സ്റ്റാൻലി ജോണി ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സ്റ്റാൻലി ജോണി, ഇവിടെ നവാസ് നിസാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്കൻ ഭരണകൂടം ബരാക് ഒബാമ പ്രസിഡന്റ് ആയതിനു ശേഷം ഇസ്രായേലിന് അവർ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ളൊരു പിന്തുണ നൽകിയിട്ടില്ല. അവരെ അതിലേക്ക് അത്തരമൊരു സമ്മർദ്ദം യഥാർത്ഥ വിധത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുക എന്നൊരു ദീർഘകാല ലക്ഷ്യം നവാസ് നിസാർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനപ്പുറത്ത് ഫലസ്തീനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ, ഹമാസും ഫതഹും യോജിച്ച് ഒരു ഐക്യ സർക്കാരിന് രൂപം നൽകാൻ ശ്രമം നടത്തിയിരുന്നു. അതിനെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ആ ഐക്യ സർക്കാർ രൂപീകരണത്തെ തടയുക എന്നൊരു ഉദ്ദേശ്യം, അല്ലെങ്കിൽ അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ തടയുക എന്നൊരു ഉദ്ദേശ്യം ഇസ്രായേലിനുണ്ടോ ഇപ്പോൾ ഒരാക്രമണം ആരംഭിക്കുക വഴി? അതെ, അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയ സമയം മുതൽ പല ഇസ്രായേൽ പാലസ്തീൻ വാച്ചേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇസ്രായേലിന്റെ ലക്ഷ്യം? എന്തിനാണ് ഇസ്രായേൽ ഇത്ര രൂക്ഷമായ രീതിയിൽ ഗാസയെ വീണ്ടും ആക്രമിക്കുന്നത്? 2008 ഡിസംബറിൽ ഇസ്രായേലിലെ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് നടത്തുകയുണ്ടായി. അതിനുശേഷം 2012 വീണ്ടും ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചു. ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന കാരണം എന്ന് പറയുന്നത് 3 ഇസ്രായേലി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നുള്ളത് ഇസ്രായേൽ തുടക്കം മുതലേ ആരോപിക്കുന്നത് ഹമാസ് ആണ് അത് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷെ അതിന് കാര്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് മുന്നോട്ട് വയ്ക്കാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പൊതുവെ ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കുന്ന ദ ഇക്കണോമിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ മീഡിയ പോലും പറയുന്നത് ഹമാസ് ആണ് അബ്ഡക്ഷന്റെയും കിഡ്നാപ്പിംഗിന്റെയും കൊലയുടെയും പിന്നിലെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇസ്രായേലിന് മറ്റു ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയും അവരുടെ ടൈമിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്ന നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പലസ്തീൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അതായത് ഒരു സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് 2005 ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും ഇസ്രായേലിലെ സെറ്റിലേഴ്സും യൂണിലാറ്ററലി പിന്മാറിയ കാലം മുതൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ വളരെ എഫക്റ്റീവായിട്ട് പരീക്ഷിച്ചുകൊണ്ടുവരുന്നത്. അതിന് മുൻപ് ഇസ്രായേലിന് ഈ തന്ത്രമുണ്ട്. 1980കളിൽ ഫത്തക്കെതിരെ ഹമാസിന് പിന്തുണച്ചവരാണ് ഇസ്രായേലികൾ. 2005 മുതൽ വളരെ എഫക്റ്റീവായിട്ട് ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ഒരു തന്ത്രത്തിന് ഏൽക്കുന്ന തിരിച്ചടിയായിരിക്കും ഒരു യൂണിറ്റി ഗവൺമെന്റ് എന്ന് വരികയാണെങ്കിൽ. കാരണം വലിയ രീതിയിലുള്ള ഒരു ഡിസ്ട്രസ് ഫലസ്തീനിയൻ ജനങ്ങൾക്കിടയിൽ ഇന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഗാസയെ ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ പ്രിസൺ ആണ് ഗാസ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിന്റെ ഇല്ലീഗൽ ബ്ലോക്കേഡും ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇസ്രായേലിന്റെ ബോംബിങ്ങും ഇതെല്ലാം ഉൾപ്പെടെ ഗാസയിലെ ജീവിതം നരകതുല്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു യൂണിറ്റി ഗവൺമെന്റ് ഉണ്ടാവുകയും ഫത്തയ്ക്കും ഹമാസിനും ഇടയിലുള്ള സഹകരണം ശക്തിപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്നാം ഇൻതിഫാദ, ഒരു ഫലസ്തീനിയൻ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനു മുൻപ് 1980കളുടെ അവസാനവും 2000ന്റെ ആരംഭത്തിലും 2 ഇൻതിഫാദ ഉണ്ടായി. രണ്ടാമത്തെ ഇൻതിഫാദ പ്രത്യേകിച്ചും വളരെ രക്തരൂഷിതമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് നോക്കുക, അങ്ങേയറ്റം മൊളാട്ടയിലാണ് പശ്ചിമേഷ്യ മുഴുവനും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ജനകീയ ചെറുത്തുനിൽപ്പ് ഇസ്രായേലിനെ തുടർന്നു കൊണ്ടുപോകുന്ന ഒക്യുപ്പേഷനെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലുതായിരിക്കും എന്നത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ഹമാസിനെ ഇപ്പോൾ ആക്രമിക്കുന്നത് വഴി അത്തരത്തിലുള്ള ഒരു സഹകരണത്തെ പ്രീഎംപ്റ്റ് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമണത്തിനുള്ള സമയം എന്ന് പറയുന്നത് ഹമാസ് വളരെയധികം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. 2012 ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചപ്പോൾ ഈജിപ്ത് ഭരിച്ചിരുന്നത് മുസ്ലിം ബ്രദർഹുഡ് ആയിരുന്നു. അന്നത്തെ ആക്രമണം 8 ദിവസമാണ് നീണ്ടുവന്നത്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് മോർസി അന്ന് ഇടപെടുകയും അമേരിക്കയെ കൂടി ഈ ആ ഒരു പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കി കൊണ്ടുവരികയും
അത് അമേരിക്കയുടെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ ഒരു സീസ് ഫയർ കരാർ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ 8 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്നത്തെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആണ്. അവർ ഗാസയിൽ നിന്ന് ഈജിപ്തിലെ സൈനായിലേക്കുള്ള ടണലുകൾ, അത് ഗാസയുടെ ഇക്കോണമിയുടെ ലൈഫ് ലൈനാണ് ആ തുരങ്കങ്ങൾ. അത് മുഴുവനും റാഫ ക്രോസിംഗും ടണലുകളും എല്ലാം അടച്ചുപൂട്ടി ഗാസയെ ശരിക്കും ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ നിലപാട്. അപ്പോ അതുപോലെ തന്നെ സൗദി അറേബ്യയും ഈ മുസ്ലിം ബ്രദർഹുഡിനെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്ന സൗദി അറേബ്യയ്ക്കും ഹമാസിനോട് യാതൊരു രീതിയിലുള്ള പ്രതിപത്തിയും ഇപ്പോഴില്ല. അപ്പൊ റീജിയണലി തന്നെ ഹമാസ് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി ഉൾച്ചേരുന്ന ഒരു സമയത്താണ് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നത്. താങ്കളിലേക്ക് നൈനാൻ കോശിയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ നൈനാൻ കോശി, ഹമാസ് ഏറെക്കുറെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിലെ അൽ-സിസി ഭരണകൂടം ബ്രദർഹുഡിന് ഹമാസിനോടുണ്ടായിരുന്ന ആഭിമുഖ്യം കൊണ്ട് തന്നെ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അത്തരമൊരു സാഹചര്യം മുതലെടുക്കുക എന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരിക്കാം. അതിനപ്പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭിന്നിച്ചു നിന്ന കാലഘട്ടമാണെങ്കിൽ പോലും, ഫത്തഹും ഹമാസും ഭിന്നിച്ചു നിന്ന കാലഘട്ടമാണെങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ UN-ൽ അംഗത്വം നേടുക, പലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യത്തെ സാധിച്ചെടുക്കാൻ പാകത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ മഹ്മൂദ് അബ്ബാസിന് സാധിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ഈ ആക്രമണത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? നയതന്ത്ര തലത്തിൽ പലസ്തീനെ പ്രതിരോധത്തിലാക്കുക എന്നതുകൂടി ഈ ആക്രമണത്തിന് ഒരു ലക്ഷ്യമായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം പലസ്തീൻകാര് ഒരു ഐക്യ ഗവൺമെന്റ് ഉണ്ടാക്കി എന്നുള്ളതും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഐക്യ ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശവും ഇതിലൂടെ ഉണ്ട് എന്നുള്ളത്. ഹമാസിനെയും വീണ്ടും അകറ്റുക. ഈ ഹമാസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഫത്താഹ് പിന്തുണയില്ല, അല്ലെങ്കിൽ ഒരു ഐക്യ ഗവൺമെന്റ് തീരുമാനമനുസരിച്ചല്ല ഹമാസ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വരുത്തി തീർക്കേണ്ടത് ഇസ്രായേലിന്റെ ജോലിയാണ്, ഇസ്രായേൽ ചെയ്യുന്നതാണ്. അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഈ ഇപ്പോഴത്തെ ഈ വളരെ ഗുരുതരമായ അവസ്ഥ ഉണ്ടായതിലുണ്ട്. അതുപോലെ ഹമാസ് ഒറ്റപ്പെട്ടു എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഈ ആ പ്രദേശത്ത് ഇറാഖിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ആ മേഖലയെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. സിറിയയെയും ലെബനോനെയും ഒക്കെ. ലെബനോൻ ഇതിനോട് ഇപ്പോൾ തന്നെ ചേർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവിടെ നടക്കുന്ന ഇറാന്റെ താല്പര്യങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഹമാസിനെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ കുറെ കൂടെ അനുകൂലമായെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തം. എടുത്തു പറയേണ്ട ഒരു കാര്യം അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം ലംഘനമാണ്. ഇസ്രായേൽ അവിടെ അധിനിവേശ ശക്തിയാണെന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട്. ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള പരോക്ഷമായ സഹായം അല്ലെങ്കിൽ അനുമതി, അല്ലെങ്കിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്ക തടസ്സപ്പെടുത്തുകയില്ലെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഇതിന് തുനിയെന്നുള്ളതും വാസ്തവമാണ്. ശ്രീ നൈനാൻ കോശി, മുൻകാലത്തുണ്ടായ ആക്രമണങ്ങൾ 2008-ൽ 1100 പേർ മരിക്കാനിടയായ വലിയ ആക്രമണം ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പലസ്തീനിലും ഇസ്രായേലിലും സമാന്തരമായ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതൊന്നും എവിടെയും എത്താതെ പോവുകയും കുറ്റക്കാരായി ആരെയും കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലേക്കൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്താൻ ആർക്കും സാധിക്കുന്നുമില്ല. ഈ തുടരുന്ന പ്രക്രിയ ഒരുപക്ഷെ പുതിയ ആക്രമണങ്ങൾ നടത്താനുള്ള നിയമപരമായ സാധുത അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത സാധുത ഇസ്രായേലിന് നൽകുന്നില്ലേ?